ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വൺ സ്പ്രിംഗ് നൈറ്റ് എന്ന ഡ്രാമയുടെ 4th എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ജിഹുലിയെ കാണാൻ വരുന്ന സമയത്ത് അവളുടെ മുന്നിലേക്ക് അവൻ വന്ന് നിൽക്കുന്നതിന് മുമ്പ് ജീസുക്ക് അവിടെയൊക്കെ വരുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഷെൽഫിന്റെ ഇടയിലേക്ക് മാറി നിൽക്കുന്നു. ജീസുക്കിനെ കണ്ട് ലീ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ജിഹു എവിടേക്ക് പോയെന്നും അവള് കണ്ടതുമില്ല. ഞാൻ എന്റെ ജോലിയൊക്കെ തീർത്തിട്ട് പുറത്തേക്ക് വരാം, നീ പുറത്ത് വെയിറ്റ് ചെയ്യാമോ എന്ന് അവള് ജീസോക്കിനോട് ചോദിക്കുന്നു. അങ്ങനെ ജീസോക്ക് പുറത്തേക്ക് പോയി. ജിഹുവിനെ നോക്കി അവൾ എല്ലായിടത്തും നടന്നെങ്കിലും അവനെ കണ്ടില്ല. കുറച്ചു കഴിഞ്ഞ് അവള് താഴേക്ക് വന്നിട്ട് ജീസോക്കിനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ കാർ എടുത്തിട്ട് വരാം, നീ പെട്ടെന്ന് ബാഗ് എടുത്തിട്ട് വരാൻ. അവൻ പോയതും അവൾ പെട്ടെന്ന് ജിഹുവിനെ വിളിക്കുന്നു. ഞാൻ അയച്ച മെസ്സേജ് ഒന്നും കണ്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ലൈബ്രറി വിട്ട് അപ്പൊ തന്നെ പോയി എന്നാണ് അവൻ പറയുന്നത്. ഈ ജീസോക്കിനെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയെന്ന്. അതെന്തിനാ നീ അങ്ങനെ മാറാൻ പോയത്? നമ്മൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടൊന്നും ഹൈഡ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ നീ അങ്ങനെ മാറിക്കളഞ്ഞതെന്ന് അവൾ ചോദിക്കുന്നു. എന്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇതേ ചെയ്യൂ. ഞാൻ നിന്നോട് തുടക്കത്തിലെ പറഞ്ഞതാ, എനിക്ക് നിന്നെ ഫ്രണ്ടിനെ പോലെ കാണാൻ പറ്റില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. നീ തന്നെയല്ലേ പറഞ്ഞത് നീ മൂവ് ഓൺ ചെയ്തു എന്ന്, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവള് ചോദിക്കുന്നു. അത് കേട്ട് അവൻ പറയുന്നുണ്ട്, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ജീസോക്കിനോട് പറ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന്. അപ്പൊ പിന്നെ നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അവൻ ഇഷ്യൂ ഉണ്ടാകില്ലല്ലോ. ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരാം, നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് അവള് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല, ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല. അത് കേട്ടതോടെ ലീക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവൾ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ അവന്റെ അടുത്തേക്ക് പോയില്ല. അവൻ ആകെ തകർന്ന് അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അവളാകട്ടെ ജീസോക്കിന്റെ കൂടെ കാറിലും. ഇവര് ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് അവൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ജീസോക്ക് കാണുന്നുണ്ടായിരുന്നു. അവൻ കാറിലിരുന്നു കൊണ്ട് ജിഹുവിനെ വിളിക്കുന്നുണ്ട്. ജിഹു ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ഇവൻ എന്താണ് ഇവിടേക്ക് കറങ്ങി നടക്കുന്നതെന്ന് ജീസോക്ക് ചോദിക്കുന്നു. ലീ ആകട്ടെ അവന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ആകെ സങ്കടത്തിലായിരുന്നു. നമ്മളെല്ലാരും കണ്ട സമയത്ത് നീ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ജിഹുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ജീസോക്ക് ചോദിക്കുന്നു. എനിക്കറിയില്ല എന്നാണ് അവള് പറയുന്നത്. അവൻ ഈ ഏരിയയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഞാൻ നിനക്ക് വേണ്ടിട്ട് സ്നാക്സ് കൊടുത്തു വിടാം. അത് കേട്ട് അവള് ചോദിക്കുന്നുണ്ട്, അങ്ങനെ സ്നാക്സ് ഒക്കെ ആയിട്ട് അവൻ വന്നു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അടുത്ത് കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമില്ലേ എന്ന്. അവൻ ഫ്രണ്ട് അല്ലേ, അതിനിപ്പോ എന്താണെന്ന് അവൻ ചോദിക്കുന്നു. അപ്പൊ ഞാൻ മറ്റൊരു പുരുഷന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരു ഇഷ്യൂ ഇല്ല എന്ന് അവൾ ചോദിക്കുന്നു. നീ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു പറയുന്നുണ്ട്, മറ്റൊരു രീതിയിലുമല്ല, ഒരു ഫ്രണ്ടായിട്ട് ഒരാളിനെ ഞാൻ എന്റെ കൂടെ നിർത്തി കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമുണ്ടോ എന്ന്. എന്നാൽ ഇത് കേട്ട് ജീസൊക്കെ പറയുന്നത്, നിനക്ക് നിന്റെ പേഴ്സണൽ സ്പേസിൽ ആരും വരുന്നത് ഇഷ്ടമല്ലോ, പിന്നെ നീ എങ്ങനെ ഒരു ഗായുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലാകും. ലീ ആകട്ടെ എല്ലാം കൊണ്ടും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ജെയിൻ ആകട്ടെ പാർക്കിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ കോച്ചിങ്ങിന് പോകുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആഹാരം കഴിക്കാൻ പോകുന്നു. ആ സമയത്ത് അവളാകട്ടെ അവൾക്ക് നേരത്തെ ലീ കൊടുത്ത വൈറ്റമിൻസ് എടുത്ത് ഇവന് കൊടുക്കുന്നുണ്ട്. നീ ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ, നിനക്ക് വൈറ്റമിൻസിന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. ജീസോക്ക് ലീക്ക് കൊടുത്തതൊന്നും തന്നെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളതെടുത്ത് ജെയിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ജെയിൻ എടുത്ത് പാർക്കിന് കൊടുത്തിരിക്കുന്നത്. ജെയിൻ ആകട്ടെ അവനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവൻ എപ്പോഴും പഠിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിന്ത. എന്നാൽ പോലും അവളുടെ കൂടെ കൂട്ടുകൂടാൻ അവന് ഇഷ്ടമായിരുന്നു. ജീഹോ ആകട്ടെ തന്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ സമയത്ത് ലീ ആകട്ടെ ജീസോക്കിന്റെ കൂടെ ലീ താമസിക്കുന്ന അടുത്തേക്ക് വരുന്നു. അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. ജെയിൻ എവിടെന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോ വീട്ടിലെത്തിന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് അവള് പറയുന്നു. ജെയിൻ അവിടെ ഉള്ളത് ജീസോക്കിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവളുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പിന് അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജെയിൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊന്നും പറ്റില്ല. അവനിങ്ങനെ ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. ലീ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് സെക്സ് ചെയ്യാനുള്ള ഒരു പാർട്ട്ണർ മാത്രമാണോ എന്ന്. ഞാൻ നിന്നെ അങ്ങനെയൊന്നും ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, ഉണ്ടെന്ന്. നീ ഇപ്പൊ അങ്ങനെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇപ്പൊ ആവശ്യമില്ലാതെ എന്തിനൊക്കെ വഴക്കുണ്ടാക്കുന്നത്. പിന്നെ കപ്പിൾസിന് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം കേട്ട് ലീക്ക് ദേഷ്യം വരുന്നു. അവള് പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറിപ്പോയി. ഇവിടെ ജീസുവിനോടാകട്ടെ അവന്റെ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ലൈഫിൽ ഒരു പെൺകുട്ടി വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അച്ഛൻ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാൻ ഓക്കെ ആണെന്ന് അവൻ പറയുന്നു. ഈ ആകട്ടെ തന്റെ ഉള്ള വിഷമമെല്ലാം തന്നെ സോയിനെ വിളിച്ച് പറയുന്നുണ്ട്. ജീസോക്കുമായിട്ട് കാര്യങ്ങളൊന്നും അത്ര നല്ലതായിട്ടല്ല പോകുന്നത്, എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ സോയിൻ പറയുന്നുണ്ട്, നീ അങ്ങനെ അവനെ ഉപേക്ഷിക്കുകയാണെങ്കിലും അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകും. നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു റിലേഷൻഷിപ്പില് അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ നിന്നെ ആരൊക്കെ ജഡ്ജ് ചെയ്താലും ഒരു പ്രശ്നമില്ല. കാരണം എന്തൊക്കെ വന്നാലും ആ ജീവിതം ജീവിക്കേണ്ടത് നീ തന്നെയാണ്. അതേ ടൈമിൽ സോയിന്റെ ഹസ്ബൻഡ് നാമാകട്ടെ തന്റെ ക്ലിനിക്ക് വലുതാക്കാൻ വേണ്ടിയിട്ട് ഒരു ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതവൻ ജീസോക്കിനെ കൊണ്ട് നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അയാൾക്ക് ഓൾറെഡി തന്നെ ഒരുപാട് കടമുണ്ട്. ഇനി ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ അയാൾ ലീയുടെ സഹോദരിയുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ അയാളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ജീസോക്ക് വിചാരിക്കുന്നു. ഇവിടെ യൂനു ആകട്ടെ തന്റെ ഗ്രാൻഡ്മയോട് പറഞ്ഞിട്ട് ലൈബ്രറിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആകെ ബഹളമായിരുന്നു. അവര് കൊണ്ടുപോയ ലൈബ്രറി ആകട്ടെ നമ്മുടെ ലീയുടെ ലൈബ്രറി അല്ല. എനിക്ക് ആ വലിയ ലൈബ്രറിയിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ജിഹുവിനെ വിളിച്ചിട്ട് യൂനു ആകെ ബഹളമായിരുന്നു. നമുക്ക് പിന്നൊരു ദിവസം പോകാമെന്നാണ് ജിഹു അവനോട് പറയുന്നത്. അങ്ങനെ രാത്രിയിലാകട്ടെ ലീ നമ്മുടെ ജിഹുവിന്റെ മെഡിക്കൽ ഷോപ്പിന്റെ അതുവഴി വരികയാണ്. അവിടെ എല്ലാം തന്നെ അടച്ചിരിക്കുകയായിരുന്നു. അവള് സോങ്ങും ജിഹു ഒക്കെ താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നു. ജിഹുവിന്റെ റൂമില് വെട്ടമുണ്ടായിരുന്നില്ല. അവള് നേരെ സോങ്ങിന്റെ റൂമിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞിട്ട് ജിഹു അവിടേക്ക് വരുന്നു.
അവനും സോങ്ങിന്റെ റൂമിലേക്ക് നോക്കിയ ശേഷം മുകളിലേക്ക് കയറിപ്പോയി. അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ലീയുടെ അച്ഛനാകട്ടെ ഇടയ്ക്കൊരു ദിവസം നാമനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ കോൺ ആകട്ടെ നിങ്ങളുടെ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് അയാളെ നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ചോണം, അയാൾക്ക് നല്ല കെയർ ഒക്കെ കൊടുക്കണമെന്ന്. ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നാം ഫോൺ വെച്ചു. ആ സമയത്താണ് കോൺ അവിടേക്ക് വരുന്നത്. അയാളുടെ പല്ലിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ വന്നതായിരുന്നു. അയാളെ കണ്ടത് നാം പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് ജീസോക്കിനെ കണ്ടായിരുന്നു, അവനോട് സംസാരിച്ചായിരുന്നു എന്നൊക്കെ. എന്നോട് എന്താ അവൻ സംസാരിച്ചെന്ന് കോൺ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, നല്ലൊരു ഹാപ്പി മാരേജ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവൻ എന്നോട് ചോദിച്ചു എന്ന്. പിന്നെ നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ, അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ അവന് പറഞ്ഞു കൊടുക്കണ്ടേ. എന്നാൽ അവൻ അങ്ങനെ പറഞ്ഞത് കോണിന് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ഫാമിലി, ഒരു ഫാമിലി ആയിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. കാരണം അയാൾ ഇതുവരെയും ലീയെ ജീസോക്കിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ അവന്റെ ഭാവി വധുവായിട്ടോ ഒന്നും തന്നെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ജീഹു ആകട്ടെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ലീയെ കണ്ടിട്ടുമില്ല, ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. അവൾ അതുവഴി എങ്ങാനും പോകുന്നുണ്ടോ എന്ന് നോക്കി അവൻ എപ്പോഴും ഫാർമസിയുടെ പുറത്തേക്ക് നോക്കിയിരിപ്പാണ്. അതിനിടയ്ക്ക് നമ്മുടെ സോങ് ആകട്ടെ ഒരു ബാൻഡേജ് വാങ്ങിക്കാൻ വേണ്ടിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജീഹുവിനെ കണ്ടതും സോങ് പറയുന്നുണ്ട്, നിനക്കെന്നെ ഓർമ്മയില്ലേ, ഞാൻ ലീയുടെ ഫ്രണ്ടാണെന്ന്. ലീ എവിടെ, അവൾ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അവൻ അങ്ങനെ ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൾ അപ്പൊ തന്നെ ലീയെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അവൻ വേറെന്തെങ്കിലും ചോദിച്ചു എന്ന് ലീ ചോദിക്കുന്നു. എന്നാൽ അവൻ വേറെ ഒന്നും ചോദിച്ചില്ല എന്നാണ് ഇവള് പറയുന്നത്. അതേസമയം വീട്ടിലേക്ക് എത്തിയ ജീസോക്കിനോട് കോൺ പറയുന്നുണ്ട്, നീ ഇതുവരെയും ആ ലീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചില്ലേ എന്ന്. പണ്ട് നിനക്ക് മ്യൂസിക്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ആ വഴിയെങ്ങാണ്ട് നീ പോകുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. ലീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വന്ന സമയത്ത് നീ പിന്നെ ജോലിയിലേക്കൊക്കെ കടക്കുകയും ലൈഫിൽ സെറ്റിൽ ആകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെ നിനക്ക് കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ വന്നു കഴിയുമ്പോഴേക്ക് അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നീ ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് അത്ര ശരിയല്ല. എന്നാൽ അവൻ പറയുന്നുണ്ട്, അച്ഛൻ ഇതുവരെ അവളെ ഒന്ന് ഫോർമലി മീറ്റ് ചെയ്തിട്ട് പോലുമില്ല, പിന്നെന്തിനാണ് അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. അയാൾ പറയുന്നത് മാരേജ് ഒരു ബിസിനസ് ആണെന്ന്. അസംബ്ലിമാന്റെ മകളുമായിട്ട് നീ വിവാഹം ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ രണ്ടു കൂട്ടർക്കും നല്ലതാണ്. എന്നാൽ ജീസോക്ക് ലീയെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇവിടെ നമ്മുടെ നാമാകട്ടെ സോയിന്റെ ലീഡേക്ക് അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ദിവസം ഡിന്നറിന് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അയാൾ മനഃപൂർവ്വം സോയിനെ എവിടേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ആയിരുന്നു. എന്നിട്ട് ഫാമിലീസിന് മുന്നിൽ ഇവർക്കിടയിൽ ഒരു പ്രശ്നമില്ല, ഇവൻ നല്ലപോലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടെന്ന് അവരെ കാണിക്കുകയും വേണം. എന്നാൽ നാമിന്റെ അതിബുദ്ധിയൊക്കെ അറിയാവുന്ന സോയിനാകട്ടെ ആകെ ദേഷ്യത്തിലാണ് അവിടെ ഇരിക്കുന്നത്. നാമാകട്ടെ ജീസോക്കിനെ ലീയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. സോയിന് ഇതൊന്നും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. അവളെ അവളുടെ വഴിക്ക് വിടാനും അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ വിവാഹം കഴിക്കട്ടെ എന്നുമാണ് സോയിൻ പറയുന്നത്. ഇവിടെ നമ്മുടെ ജെയിനാകട്ടെ ലീയോട് പറയുന്നുണ്ട്, അമ്മ ഒരു ദിവസം എന്നെ കണ്ടിരുന്നു, ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടാ പോയതെന്ന്. അപ്പോഴാണ് ലീ ആലോചിക്കുന്നത്, അമ്മ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി എന്ന്. ജെയിൻ ഇവിടെ വന്ന കാര്യമോ അവളിവിടെ താമസിപ്പിക്കുന്ന കാര്യമോ എല്ലാം തന്നെ ലീ മറച്ചു വെച്ചത് കൊണ്ട് തന്നെ അമ്മ അവളോട് ഒരുപാട് ദേഷ്യത്തിലായിരിക്കും. അതുകൊണ്ട് അമ്മയെ പോയി സോപ്പിട്ടെങ്കിലേ പറ്റൂ, എന്തെങ്കിലും അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിനക്ക് തന്ന വൈറ്റമിൻസ് എവിടെ, അതെനിക്ക് തിരിച്ചു വേണമെന്ന്. എന്നാൽ ഞാനത് വേറൊരാൾക്ക് കൊടുത്തു എന്നാണ് ജെയിൻ പറയുന്നത്. അവൾ ഓൾറെഡി ഇത് പാർക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ജീഹുവിന്റെ ഫാർമസിയിൽ പോയിട്ട് വൈറ്റമിൻ വാങ്ങിക്കാമെന്ന് അവൾ വിചാരിക്കുന്നു. അവൾ പെട്ടെന്ന് ജീഹുവിന് മെസ്സേജ് അയക്കുന്നു, നിന്റെ ഫാർമസി ഓപ്പൺ ആണോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ജീഹു ആ സമയത്ത് ജീസോക്കിന്റെയും ഗ്യാങ്ങിന്റെയും കൂടി ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇവളുടെ മെസ്സേജ് കണ്ടതും ഇവളെ ഒരു തവണ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ പറയുന്നുണ്ട് ഫാർമസി ഓപ്പൺ ആണെന്ന്. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നേരെ ഫാർമസിയിലേക്ക് പോകുന്നു. ക്ലോസ് ചെയ്ത ഫാർമസി ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ അമ്മയുടെ അച്ഛന്റെ അടുത്ത് നിന്ന് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിയ സോയിനും നാമോ ആകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു. നാമാകട്ടെ സോയിനെ ഫിസിക്കലി ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ഒരാൾ അവിടേക്ക് വന്നത് കാരണം അവൻ പെട്ടെന്ന് അവളെ വിട്ടു. ആ ഒരു ഗ്യാപ്പില് പെട്ടെന്ന് സോയിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. ഇവിടെ ലീ വന്നപ്പോഴേക്കും ജീഹു ഫാർമസി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിന്റെ കോട്ട് എവിടെയെന്ന് ലീ ചോദിക്കുന്നു. അത് ഞാൻ ക്ലോസ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു എന്ന് അവൻ പറയുന്നു. അവൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തതാണെന്നൊന്നും തന്നെ അവൻ പറയുന്നതേ ഇല്ല, അതെല്ലാം അവൻ മറച്ചു വെക്കുകയാണ്. അവൾ വന്ന് അവനോട് ചോദിക്കുന്നത് ജീസൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയ ആ വൈറ്റമിൻസ് ഉണ്ടോ എന്ന്. എന്റെ കയ്യിൽ നിന്ന് അത് അവിടെ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് എനിക്കത് ഒന്നുകൂടെ വാങ്ങണം. അതിനുള്ളിൽ എന്തായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. നീ അത് ഇതുവരെ തുറന്നു നോക്കിയില്ലേ, അതൊന്നും കഴിച്ചില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതെനിക്ക് പിൽസൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, ഇപ്പൊ ഞാനിത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. അവൻ വാങ്ങിച്ചുകൊണ്ട് പോയി പിൽസൊന്നും തന്നെ അവൾ കഴിച്ചില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജീഹുവിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ജീസോക്കും ഫ്രണ്ട്സും എല്ലാം മദ്യപിച്ചുകൊണ്ടിരിക്കുകയില്ലേ. അതിന്റെ ഇടയ്ക്ക് ഹ്യൂൻസ് പറയുന്നുണ്ട്, നീ എന്തായാലും കല്യാണം കഴിക്കാൻ പോവുകയാണെന്നല്ലേ പറയുന്നത്, നീ നിന്റെ ഗേൾഫ്രണ്ടിനെ എവിടെയൊക്കെ കൊണ്ടുപോവാ, എന്നിട്ട് അവളോട് അവളുടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവരാൻ പറ, ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാലോ. ആവശ്യമില്ലാതെ ഈ രാത്രിയിൽ ഞാനിതിന് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നാണ് ജീസോക്ക് ചോദിക്കുന്നത്. അതൊന്നും സാരമല്ല, വിളിച്ചു നോക്കാൻ പറയുന്നു. അവളിപ്പോ ഉറങ്ങുമായിരിക്കും എന്നാണ് ജീസോക്ക് പറയുന്നത്. എന്നാൽ ഇവരുടെ നിർബന്ധം കാരണം അവൻ വിളിക്കുന്നു. അവൻ വിളിച്ചതും ലീ ഒന്ന് ഷോക്കായി. കാരണം ഈ സമയത്ത് ഫോൺ എടുക്കുകയാണെങ്കിൽ അവൾ റോഡിൽ നിൽക്കുകയാണെന്ന് അവന് മനസ്സിലാകും. ഇത്ര ലേറ്റ് ആയിട്ട് അവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുകയും ചെയ്യും. കാരണം അവിടെ എല്ലാം തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, അതിന്റെ ആകെ ബഹളമാണ്. അത് മനസ്സിലാക്കി ജീഹു പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുന്ന അകത്തേക്ക് പോയി കോൾ അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ അവൾ അകത്തേക്ക് കയറിപ്പോയി. ജീസൊക്കെ അവളോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇവിടെ കൂടിയിരിക്കുക, അവരെല്ലാം കൂടി നിന്നെ വിളിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ വരുന്നു എന്ന്. ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് അവൾ പറയുന്നു. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ വീട്ടിലേക്ക് വരാം, നമുക്ക്
നമുക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് തീർക്കാം, നമുക്ക് സംസാരിക്കാം എന്ന്. അതൊന്നും വേണ്ടെന്നാണ് അവള് പറയുന്നത്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ ജിഹു ആകട്ടെ ഒരു നോട്ട് എഴുതി അവളുടെ അടുത്തേക്ക് കൊണ്ടുവെക്കുന്നു. അവനോട് വന്നോളാൻ പറ, ഞാൻ നിന്നെ വീട്ടിലേക്ക് എത്തിക്കാമെന്ന്. എന്നാൽ അവള് വീണ്ടും ജിസോക്കിനോട് പറയുന്നത് നീ വീട്ടിലേക്ക് വരണ്ട എന്നാണ്. ജിഹു ആകട്ടെ ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ലീ അവളുടെ ബോയ് ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴെല്ലാം തന്നെ അവന് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലീ ആകട്ടെ ആകെ ദേഷ്യത്തില് പുറത്തേക്ക് ഇറങ്ങി പോകുന്നിടത്ത് ജിഹു അവളോട് പറയുന്നുണ്ട് ഞാൻ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്ക് നിന്നെ പിടിച്ചു നിർത്താൻ തോന്നുന്നു. എന്നാൽ അവള് തിരിച്ചു ചോദിക്കുന്നത് ഞാൻ എന്താ വേണ്ടത് എന്നാണ്. ഞാൻ നിന്നോട് പറയണോ എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു ഇഷ്യൂ അല്ല, നമുക്കിതൊക്കെ കണ്ടിന്യൂ ചെയ്യാമെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബാഡ് പേഴ്സൺ ആയി മാറില്ലേ? നീ ശരിക്കും നിന്റെ ലൈബ്രറിയിലേക്ക് അന്ന് വന്നത് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം തന്നെ അവിടെ കൺസ്ട്രക്ഷൻ വർക്കിന്റെ സൗണ്ട് കേൾക്കുകയായിരുന്നു. ഓരോ തവണ ഓരോ സെന്റൻസും പറയാൻ തുടങ്ങുമ്പോഴേക്കും ഈ സൗണ്ട് കേൾക്കും. അവൻ സംസാരം നിർത്തും, വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഈ സൗണ്ട് കേൾക്കും. അങ്ങനെ കുറെ തവണ ആയപ്പോഴേക്കും നമ്മുടെ ലീക്ക് ചിരി വരാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നു. അതിനുശേഷം ജിഹു തന്നെയാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അഴിമതി ഒന്നും തന്നെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ജിഹുവിന്റെ ഹൃദയം വല്ലാതെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അവനാകട്ടെ അവളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. അവൻ എല്ലാത്തിനും അവളോട് സോറി പറയുന്നു. ഞാൻ നിന്നെ വല്ലാത്തൊരു സ്പോട്ടിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്, നിനക്കിങ്ങനെ രണ്ടിലൊന്നിനെ ചൂസ് ചെയ്യാനുള്ള അവസ്ഥ വന്നതും ഞാൻ കാരണമാണ്. അവള് പറയുന്നുണ്ട് തെറ്റ് നിന്റേത് മാത്രമല്ല എന്റെയും കൂടിയാണ്. ഞാനാണ് നിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചത്. പല എക്സ്ക്യൂസും ഉണ്ടാക്കി ഞാൻ നിന്നെ പലതവണ കാണാൻ വന്നു. അതുകൊണ്ട് ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനും സോറി പറയണം. പക്ഷെ നിന്നെ പോലൊരു വ്യക്തിയെ പരിചയപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീ ഒരു നല്ല മനുഷ്യനാണ്. അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൻ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവൻ അവളോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഇനിയും ഒന്ന് കണ്ടോട്ടെ എന്ന്, പക്ഷെ ഒരു തവണ പോലും ഞാൻ പിടിക്കപ്പെടില്ല. അത് ശരിയാവില്ലാതെ പ്രശ്നമാവെന്ന് പറയുമ്പോ അവൻ പറയുന്നത് ജീസോക്ക് പിടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, നീ പോലും അറിയാതെ ഞാൻ നിന്നെ വന്ന് കണ്ടോട്ടെ എന്ന്. നിന്റെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല, എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്ന് ഞാൻ നിന്നെ കണ്ടോട്ടെ. അവൻ അങ്ങനെ പറയുമെന്ന് ലീ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ അത് കേട്ട് അങ്ങനെ സർപ്രൈസ് ആയിട്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. മാത്രമല്ല തുടർന്നുള്ള എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.